ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്താ പറയുക വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്ന് വെച്ചാൽ അന്നൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും എന്നല്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഒരുമിച്ച് എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ മൈദദോശയും ഈ ഉള്ളി കൊണ്ടുള്ളൊരു കറി എന്നൊന്നും പറയാൻ പറ്റില്ല, ചോപ്പറിൽ ഉള്ളി, കാശ്മീരി മുളക് പൊടി, പുളി, ഉപ്പ് എല്ലാം കൂടെ ഇതാക്കിയിട്ട്, പക്ഷെ മൈദദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ ഇങ്ങനെ മൊരിയിച്ചിട്ട്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, നെയ്യൊഴിച്ച് മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ദോശയിൽ നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ മൊരിയിച്ചെടുക്കുന്നുണ്ട്. കൂടെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു ഇതും അടിപൊളി കോംബോ ആണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല കോംബോ ആണത്. പിന്നെ അതാ നമ്മളിന്ന് ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു യൂട്യൂബ് വീഡിയോ ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുകയാണത്. ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, ഒരു 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചെറിയ 3 ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. 2 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനത്ര തോന്നിയെന്ന് വിചാരിക്കും, ഒരു പരീക്ഷണമാണ്. കൂടാതെ മന്തി എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം. പിന്നെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പം എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ഉണക്ക നാരങ്ങ, അതൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, വെളുത്തുള്ളി കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ടുള്ളൊരു പേസ്റ്റാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല ഞാൻ ചേർക്കുന്നില്ല, ഞാൻ പൊതുവേ മന്തി മസാല ചേർക്കാറില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനായിട്ട് വേറെ ചേർത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ കംപ്ലീറ്റ്ലി വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ അത് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പുതിനയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് മതി, വളരെ കുറച്ച് മതി. പിന്നെ ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്യുക, ഒരു ഹാഫ് ലെമൺ മതി, ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് പുളിപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു ഹാഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, നമ്മുടെ ജാതിപ്പൂവാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനമില്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു, പിന്നെ നമ്മുടെ സഹജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, ആ സഹജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അത്രയും ക്വാണ്ടിറ്റി റൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചോറിൽ നമ്മൾ കുറച്ച് ഇടും, പക്ഷേ ഗ്രേവിയിലാണ് കുറച്ചുകൂടെ ഇടുന്നത്. ഇതിലിടുന്നതിൻ്റെ കുറച്ചേ നമ്മൾ ചോറിലിടുന്നുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനത്തെ മസാലാസൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ മാഗി ക്യൂബാണ് ചേർക്കുന്നത്, ചിക്കൻ സ്റ്റോക്ക്. അതൊരു 4 ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. പിന്നെ അത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർക്കാമെന്ന് വെച്ചിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലം 4 ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ മാഗി ക്യൂബ്സൊക്കെ അതിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അതൊന്നും എത്ര പൊടിച്ചിട്ടാലും അത് എല്ലാം മിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്താ പറയുക, ആ ഒരു തക്കാളീൻ്റെ ഒരു ജ്യൂസും എല്ലാം അതിലിങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റും വരും. കൂടാതെ മസാല നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. പിന്നെ അത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ കുറച്ച് കളർ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ ആ ചിക്കനിലേക്ക്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഒരു എന്താ പറയുക, ഒരു ചിക്കനിൽ എക്സാക്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുകയാണ്. പിന്നെ ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാനൊരു മാഗി സ്റ്റോക്കും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ, ഈ കളറും മാഗി സ്റ്റോക്കും ഈ മസാല എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ അതിലോട്ട് കുറച്ച് ഓയിൽ ചേർക്കണം. ഇതിപ്പോൾ അത്യാവശ്യം മസാല ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഓയിലും ചേർക്കണം. ഞാൻ ഒരു 3-4 പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 1.5 കപ്പ് ഓയിൽ, അല്ലെങ്കിൽ 3/4 കപ്പ് ഓയിൽ, 1 കപ്പ് ഓയിലൊക്കെ ചേർക്കുക. 1 കപ്പാണ് മിനിമം ചേർക്കുന്നത്. അതിന്ന് ഒരു 1/4 കപ്പ് മാറ്റിയിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഇത്രയും ഹ്യൂജായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓയിൽ കുറച്ചേശ്ശെ ഇങ്ങനെ ഒഴിച്ച് നോക്കുകയാണ്. ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ കറക്റ്റ് ഓയിലിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ വൈഡറായിട്ടുള്ളൊരു പാത്രത്തിലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓയിൽ ഒഴിക്കുമ്പോൾ അത്ര ഓയിൽ ഒഴിച്ചപ്പം എനിക്കെന്തോ അത്ര ഓക്കെ അല്ല എന്നുള്ള രീതിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിക്കുക ചെയ്തത്. അതാണ് ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഉണക്കനാരങ്ങയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഉണക്കനാരങ്ങ ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് മിക്സ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് ഞാൻ മാറ്റിയതായിരുന്നു. പിന്നെ ഇതാ ചിക്കനൊക്കെ ഒഴിച്ചു കൊടുത്തു.
ആ ഒരു പാനിൽ കൊള്ളുന്ന രീതിക്ക് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം ചിക്കൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നന്നായിട്ടത് വാഷ് ചെയ്തിട്ട് ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മിനിമം 1 ഹവറെങ്കിലും എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ടൊന്ന് വെക്കുക. അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് റെസ്റ്റിലിരിക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ മന്തിക്കുള്ളൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ ചട്നി. ഇതും മയണൈസും ഇല്ലാതെ ഒരു മന്തി കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ചിലവർക്ക് മയണൈസ് നിർബന്ധമാണ്, പക്ഷേ ഈ ഒരു ചട്നി എല്ലാവരും അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ. കാരണം എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ കഴിക്കുള്ളൂ, എൻ്റെ അനിയന്മാരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ ഇടാം കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റായിട്ട് ഇടാം. അപ്പോൾ ഞാനിതാ മന്തിയല്ല, ചിക്കൻ നമ്മൾ റെസ്റ്റിൽ വെച്ചിട്ട് 1 ഹവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സ്റ്റവിൽ വെച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. സൈഡിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അത്യാവശ്യം തോനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന ടൈമിലാണ് ഞാൻ ആ ഒരു ഡ്രൈ ലെമണും പിന്നെ ഒരു ഹാഫ് നമ്മുടെ മസാലയ്ക്ക് എടുത്ത നാരങ്ങയുടെ പകുതി നാരങ്ങ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലിട്ട അതേപോലത്തെ സ്പൈസസ് തന്നെ നമ്മൾ സ്റ്റാർ, ഏലക്ക, മറ്റേ ജാതിപ്പൂ, അതുപോലെ സഹജീരകം, പട്ട, ഗ്രാമ്പൂ എല്ലാം ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് പൊടിക്കാത്ത കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്കിവിടെ ചിക്കൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, നമുക്ക് ആ ചിക്കനിന് സ്റ്റോക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊന്നും പോവില്ല, കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു 80% നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഫുള്ളി കുക്കായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും വെന്തുടഞ്ഞ് പോവുകയോ അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, പൊടിയല്ല വോളായിട്ടുള്ള കുരുമുളകാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളത്തേക്ക് പാകമായിട്ടുള്ള ഉപ്പ്, നമുക്ക് അരി വേവുമ്പോൾ അരിക്ക് പാകമായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കില്ലേ, അങ്ങനെ അതിന് പാകമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ഇങ്ങനെ നോക്കിയിട്ട് ഒരു വെള്ളത്തേക്ക് ഓക്കെയാണ്, വെള്ളത്തിനേക്കാൾ കുറച്ചും കൂടെ മുമ്പിൽ ഉപ്പ് നിൽക്കണം, അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരി തമ്മിലൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതാ നമ്മൾ നമ്മുടെ ചോറ് അളക്കാൻ വേണ്ടിയിട്ട്, ചോറല്ല അരി അളക്കാൻ വേണ്ടിയിട്ട് ഈ നാഴിയാണ് നമ്മളിവിടെ പൊതുവേ അരി അളക്കാൻ വേണ്ടി എടുക്കാറ്. അപ്പോൾ ഈ ഒരു നാഴിക്ക് നമ്മൾ അളന്നു നോക്കിയിട്ടാട്ടോ എടുക്കുന്നത്. നമ്മൾ ടോട്ടൽ മേടിച്ചിട്ടുള്ളത് 3 കിലോ അരിയായിരുന്നു. അപ്പോൾ ഈ ഒരു നാഴിക്ക് കണക്കാക്കിയിട്ടാണ് നമ്മൾ അരി എടുക്കുന്നത്. നമ്മളിത് ബസ്മതി വൈറ്റ് സെല്ല റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതുവരെ ഞാൻ ഈ ഒരു റൈസ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ വേവും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിതിൽ എനിക്ക് തോന്നുന്നു 6 നാഴി എന്തോ എടുത്തിട്ടുണ്ട്, 2 കിലോ 7 നാഴി എടുത്തിട്ടുണ്ട്. കാരണം 3.5 നാഴിയാണ് 1 കിലോ എന്ന് പറയുന്നത്. ഈ ഒരു നാഴിക്ക് 3.5 നാഴിയാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ 2 കിലോ ഉണ്ടാക്കുമ്പോൾ എന്തായാലും 7 കിലോ വേണ്ടി വരും, 7 നാഴി വേണ്ടി വരും. അപ്പോൾ 7 നാഴി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതൊരു 20 മിനിറ്റ്സ് എങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അത് ആ ഒരു ടൈമിൽ തന്നെ നമ്മളിത് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അരി കഴുകുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് മാത്രമായിട്ട് വെച്ച് കൊടുത്താൽ പിന്നെ എന്തായാലും അടി പിടിക്കില്ല, അതിൻ്റെ അടിയിൽ മസാല ഉള്ളതുകൊണ്ട്. അപ്പം നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആ ടൈമിൽ തന്നെ നമുക്കിവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ അതാ നമ്മുടെ ഈ ചിക്കൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് പാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു മസാല കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് പാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാനൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി തിളയ്ക്കട്ടെ. നമ്മളിട്ട മസാല സ്പൈസസൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. ആ ഒരു ടൈമിൽ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട്, വേറെ ഓയിലൊന്നും സെപ്പറേറ്റ് ഒഴിച്ചിട്ടില്ല, ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വെച്ചിട്ട് ഈ ഒരു മസാല എന്ന് പറയുന്നത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ നീര്,
പിന്നെ നമ്മുടെ എന്താ പറയുക കാശ്മീരി ചില്ലി പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ ചിക്കൻ എടുത്ത ടൈമിൽ ആ എടുത്തതിൻ്റെ കുറച്ച് ഗ്രേവി പോലെ കുറച്ച് ഗ്രേവി ആ ഒരു പാത്രത്തിലുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അതിൽ ഉള്ളപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ മിക്സ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മസാലയാണ് നമ്മൾ ചിക്കനിക്ക് തേച്ച് കൊടുക്കുന്നത്. ഇത് 2 സൈഡും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചോട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കേട്ടോ. ഇപ്പോൾ ഒരു മന്തിക്കല്ല, നോർമൽ ഒരു ചിക്കൻ നമ്മളിങ്ങനെ അൽഫാമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല തേച്ച് കൊടുത്തിട്ട്, ഇതൊരിക്കലും സ്വീറ്റ് ആയിട്ടുള്ളൊരു മസാല അല്ല. സോസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സ്വീറ്റ്നെസ് മുന്നോട്ട് വരുന്നില്ല. നമ്മൾ ഈ പെരി അൽഫാമൊക്കെ കഴിക്കില്ല, ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, സോർനെസ് ഉണ്ട്, സാൾട്ട്നെസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. പക്ഷെ മധുരം മുന്നിട്ട് നിൽക്കുക, ഉപ്പ് മുന്നിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡിലും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മസാല തേച്ച് കൊടുക്കുക. ദെൻ അത് വീണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് ആ മസാല ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് മുരിയുക മീൻസ് ഒന്ന് എന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഒരു ഇതായിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതാ നമ്മുടെ അരി ഇടാനുള്ള ടൈമായി. നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ കളർ തന്നെ കണ്ടില്ല, അതിൻ്റെ സ്പൈസസിൻ്റെ അതൊക്കെ സത്തൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് എണ്ണ നന്നായിട്ട് ഊർന്ന് വന്നിട്ടുണ്ട്, മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യുക, ആ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൊത്തം ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല നന്നായിട്ട് എന്താ പറയുക മൂടി നിൽക്കുന്ന രീതിക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് ഒരു 5 minutes ഒക്കെ മതി, ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് മസാലയും ഓയിലും കൂടെ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ അതാ നമ്മൾ അരി കുക്കായിട്ട് ഇവിടെ ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. നന്നായിട്ട് ഡ്രെയിൻ ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചിക്കൻ്റെ പുറത്തോട്ട് ചോറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫുൾ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചോറ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ചോറുണ്ടല്ലോ, അപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഓയിലും പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന മന്തി പോലെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ കളറിലല്ല, അത് കുറച്ച് റെഡ് കളറിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഫസ്റ്റ് ലെയർ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഈ സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുക്കുക. ഞാനത് വെച്ച് കൊടുത്തിട്ടില്ല, ഒന്ന് പരത്തിയതിന് ശേഷം 3rd ലെയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ദെൻ ആ ഒരു 3rd ലെയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ആക്കി കൊടുക്കുക. ദെൻ ബാക്കി വന്ന മസാലയും ആ ഓയിലും കൂടെ അതിലോട്ട് ആക്കി കൊടുക്കാം. ഞാൻ മസാല കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ലിഡ് വെച്ചിട്ട് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ ചട്നിക്കുള്ള റെസിപ്പിയാണ് കേട്ടോ അടുത്തത് പറയുന്നത്. നമ്മളൊരു ചോപ്പറിലാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ജ്യൂസി ആയി പോവും. പക്ഷേ നമുക്കൊരു ചെറിയ പീസസ് ഇങ്ങനെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നതായിട്ട്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ചോപ്പറിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ചോപ്പറിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് തോന തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നതിന് മുമ്പ് തക്കാളി ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് തക്കാളി മാത്രം ഇട്ടത് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, മല്ലിച്ചപ്പ്, ഒരു ചെറിയ 1/4 ഭാഗം ഉള്ളി, സവാളേൻ്റെ ഒരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ആദ്യം ചെറിയ ചോപ്പറിലാണെന്ന് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്തായാലും നടക്കില്ല എന്ന് കണ്ടപ്പോൾ വലിയ ചോപ്പറിലോട്ട് മാറ്റിയതാണ്. എന്നിട്ട് ബാക്കി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് ഇതാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ചോപ്പറിലോട്ട് തന്നെ ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. അത് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും എൻഹാൻസ് ചെയ്ത് നിൽക്കത്തുമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നി ആയിട്ടുണ്ട്, മന്തിയും റെഡി ആയിട്ടുണ്ട്. മന്തി ഞാൻ മിക്സ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ബാക്കി വീഡിയോസൊക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.